ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ LDC മാരത്തോണിന്റെ മറ്റൊരു ക്ലാസ് ആണ്. അത് വൈക്കം സത്യാഗ്രഹം. അതായത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് സത്യാഗ്രഹങ്ങളെ കുറിച്ചാണ്. ഒന്ന് വൈക്കം, ഒന്ന് ഗുരുവായൂർ, ഒന്ന് തളിക്ഷേത്ര പ്രക്ഷോഭം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് സാധ്യത കൽപ്പിക്കുന്ന മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരമാവധി ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആദ്യത്തെ സമരമല്ല, ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് ഓർക്കുക. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ്. അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി, അതായത് നടന്നു പോകാനുള്ള ആ ഒരു അവകാശത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. ഓർക്കുക, 2 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഒന്ന്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം, ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത്. അതായത് അവർണജാതിക്കാർക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ, വളരെ പ്രധാനമായി നിങ്ങൾ ഓർക്കുക, അതായത് അവർണജാതിക്കാർക്ക് വൈക്കം ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു പണ്ട് കാലത്ത്. ആ കാലം ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾ, നമുക്കിത് വൈക്കം ക്ഷേത്രം അല്ലെ, വൈക്കം മറ്റു ക്ഷേത്രങ്ങളുടെ ഒക്കെ ആ ഒരു മതിൽക്കെട്ടിന് പുറത്ത് ഇത്ര മീറ്ററോളം അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്ററിനടുത്ത് പോലും നടന്നു പോകാനുള്ള ഒരു സഞ്ചരിക്കാനുള്ള ആ ഒരു അവകാശം ഇല്ല നിലവിലെങ്കിലുള്ള അവസ്ഥ എന്താണ്? ആ അവസ്ഥയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതായത് ഈ പുറത്തുകൂടിയുള്ള വഴി എല്ലാ ജാതിക്കാർക്കും ജാതി മത ഭേദമന്യേ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ സമരം ആരംഭിച്ച 3 പേര്, ആ 3 പേരെ വ്യക്തമായി ഓർത്തങ്ങ് വെച്ചേക്ക്. സമരം ആരംഭിച്ച 3 ആളുകളാണ് കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കരും. ആരൊക്കെയാണ്? കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കരും. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ, ഈ 3 പേര് മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. 3 പേര്. അതുപോലെ തന്നെ സമരം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924 മാർച്ച് 30. ആ ഡേറ്റ് അങ്ങ് പഠിച്ചേക്കുക. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്, സമരം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 സമരം ആരംഭിച്ചത് കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കർ എന്ന 3 പേരുകൾ ചേർന്ന് നടത്തിയ സമരം. ആ സമരം എവിടെ നടന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ. ഇന്നത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ഒരു സമരം നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ. അന്നല്ല, ഇന്ന് കീഴിൽ വരുന്നത്. ഓക്കെ, ഇനി സമരത്തിന്, ഈ ഒരു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് അങ്ങ് പഠിച്ചു വെക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളുകളെ വളരെ പ്രധാനമായി എപ്പോഴും പരീക്ഷയിൽ വരുന്ന ഒരു പേര് TK മാധവൻ. TK മാധവൻ, അതായത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം TK മാധവനാണ്. പിന്നെ K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. 4 പേരുകളോട് ഓർക്കുക. അതായത് സമരം ആരംഭിച്ച 3 പേരുണ്ട്. അതുകൂടാതെ വൈക്കം സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ വളരെ പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരാണ് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. ഈ പേരുകൾ അങ്ങ് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ TK മാധവൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ TK മാധവൻ. ഇനി എന്നാണ് വൈക്കം സത്യാഗ്രഹ സമരം അവസാനിച്ചത്? 1925 നവംബർ 23. 1925 നവംബർ 23. 1924 മാർച്ച് 30 തുടങ്ങിയ സമരം 1925 നവംബർ 23 എന്ത് ചെയ്തു? അവസാനിച്ചു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ തുറന്നുകൊടുത്തു. എപ്പോ? 1925 നവംബർ 23. 1925 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകളൊക്കെ ജാതി മതഭേദമന്യേ എന്ത് ചെയ്തു? തുറന്നുകൊടുത്തു. ഇങ്ങനെ എത്ര ദിവസം നീണ്ടു നിന്ന് ചോദിച്ചാൽ 603 ദിവസം ഈ ഒരു സത്യാഗ്രഹ സമരം, ഏകദേശം 20 മാസത്തോളം ഈ ഒരു സത്യാഗ്രഹ സമരം നീണ്ടു നിന്നു. അതായത് 603 ദിവസം ഈ ഒരു സമരം നീണ്ടു നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 603, 20 മാസം അതിൽ കൂടുതലുണ്ട്. ഓക്കെ,
വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചതാർക്കാണ്? സേതു ലക്ഷ്മി ബായിക്കാണ്. സേതു ലക്ഷ്മി ബായിക്കാണ് എന്ന് ഓർക്കുക. അതായത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചു. അത് എത്ര പേരാണ് ആ നിവേദനത്തിൽ ഒപ്പുവെച്ചത്? 23,000 പേർ. പല ജനത്തിൽ 25,000 എന്ന കണക്കുണ്ട്. പക്ഷെ 23 to 25 അങ്ങ് ഓർത്ത് വെക്കുക. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000. ആർക്കാണ് നിവേദനം സമർപ്പിച്ചത്? സേതു ലക്ഷ്മി ബായിക്ക്. തിരുവിതാംകൂർ ഭരിക്കുന്ന ആ സമയത്ത് സേതു ലക്ഷ്മി ബായി ആണ്. സേതു ലക്ഷ്മി ബായിക്കാണ്. 1925 സേതു ലക്ഷ്മി ആ സമയത്ത് അവസാനിക്കുന്ന സമയത്ത് സേതു ലക്ഷ്മി ബായി ആണ് ഈ ഒരു തിരുവിതാംകൂർ ഭരിക്കുന്നത്. എന്നാൽ 1924 ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ രാജാവായിട്ടുണ്ടായിരുന്നെന്ന് ഓർത്ത് വെക്കുക. ഇനി ആരാണ് ഈ ഒരു നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത്? അത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. അതായത് ആ സമയത്ത് 2 സവർണജാഥ നടത്തിയിരുന്നു. സവർണജാഥ ഒന്ന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലും മറ്റൊന്ന് നമ്മുടെ ഈ രാമസ്വാമി നായിക്കരുടെ നേതൃത്വത്തിലും, അതായത് രാമസ്വാമി നായിക്കരുടെ നേതൃത്വത്തിലും 2 സമരം നടത്തിയിരുന്നു. ആ സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശേഷം അവിടുന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നിവേദനം സമർപ്പിച്ചത്. ആരാണ് നിവേദനം സേതു ലക്ഷ്മി ബായിക്ക് സമർപ്പിച്ചത്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് ഓർത്തു വെക്കുക ആ പേര്. ഇനി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് 1928 ഈ ഒരു സമരങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ 1928 എന്ത് ചെയ്തു? ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താണ്? തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള ഒരു വിളംബരമായിരുന്നു 1928 നടത്തിയത്. ഇനി എവിടെയാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? അത് വൈക്കത്ത് തന്നെയാണ്. എവിടെയാണ്? വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചാൽ ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് 1924 തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? 1925 അത് ME വാട്സ് ആണ്. നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ടി രാഘവയ്യയും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ME വാട്സുമായിരുന്നു. ഇനി ഏത് കായലിന്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട് കായലിന്റെ തീരത്താണ്. വേമ്പനാട് കായലിന്റെ തീരത്ത്. ഓക്കെ, അത് അവിടെ ഓർത്ത് വെക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥ എന്താണ്? അതാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയത് മന്നത്തു പത്മനാഭൻ. ആരാണ്? മന്നത്തു പത്മനാഭനാണ് നേതൃത്വം നൽകിയത്. എപ്പോഴാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? 1924 നവംബർ 1. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് എന്ന ചോദ്യം വന്നാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഗാന്ധിജി. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടു സേതു ലക്ഷ്മി ബായിക്ക്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ എത്തിയെന്നാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലല്ല, നമ്മൾ നേരത്തെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ഇനി നാഗർകോവിലിലെ കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ അയച്ചത് അത് ME നായിഡു. നമ്മൾ നേരത്തെ പറഞ്ഞ ME നായിഡു ആണ്. അതായത് നാഗർകോവിലിലെ കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ അയച്ചത് ഡോക്ടർ ME നായിഡു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് വന്ന വിഭാഗമാണ് അകാലികൾ എന്നൊക്കെ പറയുന്ന അകാലികളാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും വന്നത്. ഇനി മറ്റൊന്ന്, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവാണ് EV രാമസ്വാമി നായിക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായിക്കർ. വൈക്കം വീരർ, വൈക്കം പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായിക്കറാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ, 3 അഹിന്ദുക്കൾ ഇതിനുവേണ്ടി സത്യാഗ്രഹം നടത്തിയിരുന്ന ആരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നീ 3 പേർ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്ന്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ആചാര്യ വിനോബ ഭാവെ പങ്കെടുത്തത്. ഇനി അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1923 കാക്കിനഡ സമ്മേളനമാണ്. ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക.
അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഇത്, നമ്മുടെ വൈക്കം സത്യാഗ്രഹം. ഈ അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനഡ സമ്മേളനമാണ്. ഈ ഒരു പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് ടി.കെ. മാധവൻ. നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവ് കൂടിയായ ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ ടി.കെ. മാധവനാണ്. ഇദ്ദേഹമാണ് അയിത്തോച്ചാടനത്തിനെതിരായ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് എന്ന് മനസ്സിലാക്കുക. ഇനി വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1924 ജനുവരി 24 എവിടെയാണ് യോഗം ചേർന്നത്? അത് എറണാകുളത്താണ് യോഗം ചേർന്നത് എന്ന് മനസ്സിലാക്കുക. അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ KPCC 1924 ജനുവരി 24 യോഗം ചേർന്നത് എറണാകുളത്ത്. അയിത്തത്തിനെതിരായ പ്രചരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്നത്. അതായത് അയിത്തത്തിനെതിരായ പ്രചരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി ഏതു പേരിൽ അറിയപ്പെടുന്നു? കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ 1 KP കേശവമേനോൻ, 2 AK പിള്ള, 3 K കേളപ്പൻ, 4 കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അതായത് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ അയിത്തത്തിനെതിരായ പ്രചരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റിയാണ് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ. ഇതിന്റെ പ്രധാന നേതാക്കൾ KP കേശവമേനോൻ, AK പിള്ള, K കേളപ്പൻ, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിലെ രാജാവ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്ന്, വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് 1000 രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? അത് ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വൈക്കം സത്യാഗ്രഹ ചെലവിലേക്കായി 1000 രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. മറ്റൊന്ന്, വൈക്കം സന്ദർശന വേളയിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? C രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയുമാണ്. അതായത് ഗാന്ധിജി വൈക്കം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രധാന നേതാക്കളാണ് C രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും. ഓർത്തു വെക്കുക. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 1925 ഫെബ്രുവരിയിൽ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N കുമാരൻ. വളരെ ഇമ്പോർട്ടന്റ് റെയർ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, ചിലപ്പോൾ ചോദിക്കാം. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1925 ഫെബ്രുവരിയിൽ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N കുമാരനാണ്. N കുമാരൻ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ചിറ്റേടത്ത് ശങ്കുപിള്ള. പഠിച്ചു വെക്കുക, ചിറ്റേടത്ത് ശങ്കുപിള്ള. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. അതുപോലെ ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏതു സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു? അത് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു. അതായത് ഓരോ ദിവസവും സവർണരും അവർണരുമായ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സമരമുറയായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയുമാണ് എന്ത് ചെയ്യുക, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് മുന്നോട്ട് പോവാം. ഒരു മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പോവാം. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് 1931 നവംബർ 1 31 മുതൽ 32 വരെയാണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം നീണ്ടുനിന്നത്. 1931 നവംബർ 1 എന്ത് ചെയ്തു? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCCയുടെ സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. 1931 വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ KPCC തീരുമാനിക്കുന്നത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ 2 പ്രധാനപ്പെട്ട ആളുകളാണ്. ഒന്ന് K കേളപ്പൻ, മറ്റൊന്ന് മന്നത്ത് പത്മനാഭൻ.
ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ കേളപ്പൻ. ഓർത്തു വെക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. പത്മനാഭൻ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. സെക്രട്ടറി കേളപ്പൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അത് AK ഗോപാലൻ. AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. AK ഗോപാലൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അതായത് വളണ്ടിയർ ക്യാപ്റ്റൻ AKGയും ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പുമാണ്. ഓർത്തു വെക്കുക, ഇത്രയും കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതായത് AKG ആണ് വളണ്ടിയർ ക്യാപ്റ്റൻ, സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇനി ഈ സമയത്താണ് കെ കേളപ്പൻ എന്ത് ചെയ്യുന്നു? നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. 1932 സെപ്റ്റംബർ 21 അത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 പഠിച്ചു വെച്ചേക്കുക. കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. ഇനി ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് 1932 ഒക്ടോബർ 2 നിരാഹാരം പിൻവലിച്ചു. ഗാന്ധിജി ഇടപെട്ട് നിരാഹാരം പിൻവലിപ്പിച്ചത് 1932 ഒക്ടോബർ 2 ഒക്ടോബർ 2. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? അത് പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കളാണ് പി കൃഷ്ണപിള്ളയും AK ഗോപാലനും. അതായത് ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കൾ ചോദിച്ചാൽ പി കൃഷ്ണപിള്ളയും AK ഗോപാലനുമാണ്. പി കൃഷ്ണപിള്ളയും AK ഗോപാലനും. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ചോദിച്ചാൽ പൊന്നാനി താലൂക്കിലാണ്. ഗുരുവായൂർ ക്ഷേത്രം പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു ഈ ഒരു സത്യാഗ്രഹ സമയത്തെന്ന് ഓർക്കുക. ഇനി ജനഹിത പരിശോധന നടത്തിയത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ജനഹിത പരിശോധന, ജനങ്ങളുടെ ഹിതം അറിയുന്നതിന് വേണ്ടി നടത്തിയ പരിശോധന, അത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അതെന്താണ്? ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ജനഹിത പരിശോധന നടത്തിയത്. ഈ ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുതയാണ് വെളിപ്പെടുകയുണ്ടായത്. അതായത് ഈ ജനഹിത പരിശോധനയിൽ അതായത് ഭൂരിഭാഗം ജനങ്ങളും അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് അനുകൂലമാണെന്ന് വെളിപ്പെടുത്തി. അതാണ് അവിടെ ഉണ്ടായത്, ആ ജനഹിത പരിശോധന. ഈ ഹിതപരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് C രാജഗോപാലാചാരി. ഈ ഹിതപരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് C രാജഗോപാലാചാരിയാണെന്ന് ഓർക്കുക. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു? സാമൂതിരി. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ക്ഷേത്രം ട്രസ്റ്റി എന്ന് പറയുന്നത് സാമൂതിരിയാണ്. ഇനി ആരുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചത്? കണ്ണൂരിൽ നിന്നുള്ള ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ നേതൃത്വത്തിലാണ്. നേതൃത്വത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സത്യാഗ്രഹം ആരംഭിച്ച ആദ്യത്തെ സംഘം എന്ന് പറയുന്നത്. ആദ്യ സംഘം പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്ന ആളുകൂടിയാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് 1 മാർക്ക് ഇവിടെ ഉറപ്പിച്ചു പോകും. അതായത് വൈക്കവും സത്യാഗ്രഹവും ചോദിച്ചാൽ 2 മാർക്കാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് തളി ക്ഷേത്ര പ്രക്ഷോഭം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹം ചോദിച്ചാൽ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ്. എന്നാൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ചോദിച്ചാൽ അത് തളി പ്രക്ഷോഭമാണ്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. 1917 ഇത് നടക്കുന്നത്. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടക്കുന്നത്. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്നു. അതായത് കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. അതായത് ഈ തളി ക്ഷേത്രം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതായത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ പ്രക്ഷോഭം നയിച്ച നേതാക്കളാണ് KP കേശവമേനോനും മഞ്ചേരി രാമയ്യറും C കൃഷ്ണനും.
തളി ക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ എന്ന് പറയുന്ന 3 നേതാക്കളാണ് എന്ന് മനസ്സിലാക്കുക. 1917 നടന്നത്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് ഏത് തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ 3 സമരങ്ങളാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്ന 3 സമരങ്ങളാണ് നമ്മൾ ഇന്നത്തെ LDC മാരത്തോണിന്റെ ഭാഗമായി പഠിച്ചിരിക്കുന്നത്. കൃത്യമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ഫോക്കസ് ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ 2 ക്ലാസ്സുകളാണ്. ഇതിന്റെയൊക്കെ PDF നോട്ടുകൾ രാത്രിയോടെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ മറ്റ് നോട്ടുകളൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ LDC പരീക്ഷ നടക്കുന്നതിന് മുമ്പ് 65-ലധികം മാർക്കുകൾ നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളിലൂടെ തന്നെ ലഭിക്കണമെന്ന ഒരു ആഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി 1-2 തവണ വീഡിയോ കാണുക, 1-2 തവണ PDF നോട്ടുകൾ വായിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് വിട്ടേക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതൊക്കെ ഓർമ്മ വന്നോളും. ഓക്കെ, അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പരീക്ഷ എഴുതുന്ന അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.